ഹലോ ഫ്രണ്ട്സ്, ജെ പോയിന്റ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് റിയൽമി C2 എന്ന് പറയുന്ന ഒരു ഫോണിന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ ഫോൺ വന്നിട്ട് കുറച്ച് നാളായി നമ്മുടെ മാർക്കറ്റിൽ, പക്ഷേ ഇപ്പോഴും 7,000 രൂപയുടെ അടിയിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺ തന്നെയാണ് റിയൽമി C2. അപ്പോൾ ഈ ഫോണിന്റെ റിവ്യൂവും അൺബോക്സിംഗ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് നാളായി ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ നിങ്ങളെല്ലാം മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മുടെ ബോക്സ്. അപ്പോൾ ഈ നമ്മുടെ ബോക്സ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ബോക്സ് തന്നെയാണ്. റിയൽമിയുടെയും വൺ പ്ലസിൻ്റെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വരുന്ന ബോക്സ്, നമ്മുടെ ഫോൺ വരുന്ന ബോക്സ് നല്ല ഭംഗിയിലുള്ള ബോക്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്ന് റിയൽമി C2 വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു മഞ്ഞ ബോക്സിലാണ്. അപ്പോൾ നമ്മുടെ ബോക്സ് തുറക്കുമ്പോൾ വേറൊരു ചെറിയൊരു ബോക്സ് കൂടി നമുക്ക് കാണാം. ആ ബോക്സ് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് കാണുന്നത് നമ്മുടെ ഫോൺ തന്നെയാണ്. നമുക്ക് ഫോൺ അവസാനം നമുക്ക് റിവ്യൂ ചെയ്യാം. അത് മാറ്റി വെച്ച് കഴിയുമ്പോൾ അടുത്തായിട്ട് ഒരു കാർഡ് ബോർഡ്, എന്തിനാണാവോ. പിന്നെ നമ്മുടെ ചാർജർ, ഫാസ്റ്റ് ചാർജറൊന്നുമല്ല, ഒരു സാധാരണ ഒരു ചാർജർ തന്നെയാണ്. അപ്പോൾ അത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കുള്ളത് ഡാറ്റ കേബിളാണ്. അപ്പോൾ നമുക്ക് ഡാറ്റ കേബിളും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. പിന്നെ അതിനുള്ള പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഫസ്റ്റ് മാറ്റി വെച്ചാൽ ആ മഞ്ഞ ബോക്സ് എടുത്ത് മാറ്റി നോക്കുമ്പോൾ അതിനുള്ള നമ്മുടെ വാറൻറ്റി കാർഡും അതുപോലെ തന്നെ യൂസർ ഗൈഡും ഒക്കെ നമുക്ക് കാണാം. അത് മാറ്റി വയ്ക്കാം. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി നമുക്ക് ഫോണൊന്ന് ഓൺ ആക്കാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ലുക്സിൻ്റെ കാര്യത്തിലും ഏറ്റവും ടോപ്പിൽ തന്നെയാണ് റിയൽമി C2. ഈ പ്രൈസ് റേഞ്ചിൽ ഒരു 7,000 അടിയിലൊക്കെ നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ല ഭംഗിയുള്ളൊരു ഫോൺ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഡയമണ്ട് പോലത്തെ ബാക്ക് സൈഡാണ് നമുക്ക് ഇതിൽ തന്നിരിക്കുന്നത്. ഗ്ലോസി ആണെങ്കിലും ഇത് പ്ലാസ്റ്റിക് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അത് പൊട്ടുമെന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ സ്ക്രീനിൻ്റെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രീൻ ഡ്യൂ ഡ്രോപ്പ് സ്ക്രീനാണ് തന്നിരിക്കുന്നത്. LCD സ്ക്രീനാണെങ്കിലും പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ഒരു നല്ല സ്ക്രീനാണ് തന്നിരിക്കുന്നത്. പിന്നെ ചിൻ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ചിൻ സൈസ് ഒന്നും ഇല്ല. ഈ പ്രൈസ് റേഞ്ചിലൊക്കെ നോക്കുമ്പോൾ അത്ര വലിയ ചിൻ സൈസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ പുലർത്തുന്ന ഒരു ഫോൺ തന്നെയാണ് റിയൽമി C2. അപ്പോൾ നമുക്ക് സ്വിച്ച് ഓൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഫോൺ ഫുള്ള് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ വർക്ക് ചെയ്യണത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് പൈയിൽ അധിഷ്ഠിതമായ കളർ OS-ലാണ് ഈ ഫോൺ വർക്ക് ചെയ്യണത്. ഞാൻ സാധാരണ ഇപ്പോൾ ഹോണറൊക്കെ, എൻ്റെ ഫോൺ ഹോണറാണ്. അപ്പോൾ അത് വാങ്ങിയപ്പോൾ എനിക്ക് അതിന് ഇൻ്റർഫേസ് ഇഷ്ടമാവാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നോവ ലോഞ്ചറൊക്കെ വെച്ചാണ് ചെയ്യണത്. പക്ഷേ ഇതിൻ്റെ കളർ OS എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് കളർ OS-ന് തോന്നിയത്. ഈ ഫോണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റാം 2GB ഉള്ളെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പെർഫോമൻസ് തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ 32GB വേരിയൻ്റാണ് വാങ്ങിച്ചത്. ഈ ഫോണിന് തന്നെ 3GB വേരിയൻറ്റും ഉണ്ട്. കുറച്ച് കാശ് കൂടുതലാണെന്ന് മാത്രം, ഒരു 1000 രൂപയോളം കൂടുതലാണെന്ന് മാത്രം. പക്ഷേ ഒരു സാധാരണ ഒരു യൂസിനൊക്കെ ഒരു 2GB റാമിനെ മതിയായിരിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ക്യാമറ സ്പെസിഫിക്കേഷനാണ്. ക്യാമറയ്ക്ക് ആയിട്ട് കമ്പനി തന്നിരിക്കുന്നത് 15 MP 2 MP ഡുവൽ സെൻസേഴ്സാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് തന്നിരിക്കുന്നത് 5 MP ഒരു സെൻസറാണ്. ക്യാമറ സ്പെസിഫിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു ക്യാമറ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ റിയൽമി തന്നിരിക്കുന്നത്. നിങ്ങൾ കാണാം പോർട്രേറ്റും അതുപോലെ നൈറ്റ് വിഷനും അതുപോലെ ഒരുപാട് തരത്തിലുള്ള മോഡുകളും സ്ലോ മോഷനും ടൈം ലാപ്സൊക്കെ ഈ ക്യാമറ കൊണ്ട് നമുക്ക് എടുക്കാൻ കഴിയും. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു 7,000 രൂപയ്ക്ക് അടിയിലൊക്കെ കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഇതിൻ്റെ ക്യാമറാസ് എന്ന് പറയുന്നത്. പിന്നെ കമ്പനി കൊടുത്തിരിക്കുന്നത് 4000 mAh ഒരു ബാറ്ററിയാണ്. അതായത് തന്നെ ഈ പ്രൈസ് റേഞ്ചിൽ ഏറ്റവും നല്ലൊരു എഫിഷ്യൻ്റായ ഒരു ബാറ്ററി തന്നെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ വീഡിയോ ഒരു കുറച്ചൊന്ന് റഷായിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ ഇടയിലാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കാര്യമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.